68 സങ്കീർത്തനം 19 വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുവാൻ സത്കീർത്തനങ്ങളാകുന്ന സങ്കീർത്തനങ്ങളിലൂടെയും മുഖാന്തരമാകട്ടെ. ക്ലേശകരമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം പ്രശ്ന സങ്കീർണമായ അനുഭവങ്ങളെ ലഘൂകരിക്കുന്നതിന് മുഖാന്തരമായി യോഗ്യതകൾ കണക്കിടാതെ രക്ഷയ്ക്കായി ദൈവം തൻ്റെ മക്കൾക്ക് സമീപസ്ഥനായി. സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ രക്ഷയാകുന്ന ദൈവം. രക്ഷ എന്നത് സാധ്യതകൾ അസ്തമിക്കുന്ന സ്ഥാനത്തുണ്ടാകുന്ന പരിപാലനത്തിൻ്റെയും പരിരക്ഷയുടെയും സംരക്ഷണയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സാന്നിധ്യമാണ്. തിരികെ ഒന്ന് ലഭ്യമാകും എന്ന് ചിന്തിച്ചല്ല. കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ കർത്താവ് കണ്ട് മനസ്സലിഞ്ഞിട്ട് കർത്താവ് നൽകുന്നതാണ് രക്ഷ. ആ രക്ഷ കരഗതമാക്കുന്നതിന് നമുക്ക് കഴിയുമ്പോൾ രക്ഷയുടെ ഭാഗമായി കർത്താവ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും വേദനകളെ വഹിക്കുകയും സാരമില്ല എന്നറിയിക്കുകയും കർത്താവിൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ നാം സുരക്ഷിതരാണെന്ന ബോധം, വിശ്വാസം, ഉറപ്പ് ജീവിതങ്ങൾ യാഥാർത്ഥ്യമാകുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് വഹിപ്പാൻ കഴിയാത്ത ഭാരങ്ങളെ കർത്താവ് വഹിച്ച്, കർത്താവ് ചുമന്ന് നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ നാമം എന്നും എപ്പോഴും മഹത്വപ്പെടട്ടെ. ആ മഹത്വവാനായ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് കർത്താവിൽ ശക്തിപ്പെടുവാൻ ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങ് ലോകരക്ഷകനാണെന്ന് ലോകം തിരിച്ചറിയുന്നു. ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ രക്ഷയുള്ളതായി തീരുമെന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അപ്രകാരം രക്ഷകനായിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ സകല ക്ലേശങ്ങളെയും അങ്ങ് വഹിച്ച് ഞങ്ങളെ രക്ഷിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ വിനയപ്പെടുന്നു. കർത്താവ് ഞങ്ങളുടെ ഭാരങ്ങളെയും വേദനകളെയും കഷ്ടങ്ങളെയും എല്ലാവിധമായ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഞങ്ങൾക്ക് സ്വയമേവ രക്ഷപ്പെടുവാൻ കഴിയാത്ത സാഹചര്യങ്ങളെയും ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വർഗീയ ദർശനത്തിന് ഓഹരിക്കാരായി തീരുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, വഴി നടത്തണമേ. കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ ഉണ്ടാകണമേ. ഇന്നും അങ്ങേ മുഖാമുഖം ഞങ്ങൾ കാണട്ടെ. വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവോളൂ ഞങ്ങളെ കാക്കണമേ. കർത്താവ് ഞങ്ങളോട് മനസ്സലിയണമേ. ബലഹീനരായ ഞങ്ങളെ, യോഗ്യതയില്ലാത്ത ഞങ്ങളെ അങ്ങയുടെ മനസ്സലിവിൻ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. കൃപയാൽ ഞങ്ങളെ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് ഏവർക്കും തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.